ഹലോ ഗൈസ്, അപ്പം നാളെ നമ്മൾ ടൂർ പോവാണ്. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് നമുക്ക് ടൂർ പോകുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. അപ്പം മെയിൻലി ഉമ്മക്കും ഇത്താതൊക്കെയാണ് നോക്കുന്നത്. എനിക്കും ഉപ്പക്കും ഉണ്ട് കേട്ടോ. ഞാൻ കുറേ മാറ്റി വെച്ചേക്കണം. അപ്പം നമ്മളിത് അവിടെ ഇങ്ങനെ ഇരുന്ന് ബോറടിക്കുകയാണ്. അപ്പോൾ കാര്യം ഇങ്ങോട്ടാന്ന് പറഞ്ഞില്ല, നമ്മൾ വയനാടിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു ടീ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു റിസോർട്ടിലേക്കാണ് പോണത്. അപ്പോൾ ഇത് ഇപ്പോൾ വന്നുകൊണ്ട് നമ്മളിപ്പോൾ വരുമ്പോൾ എപ്പോഴും പോകാറുണ്ട്. അപ്പോൾ ഇക്കൊല്ലം പോണോ പോണ്ടേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പം ഇതാ നമ്മൾ ഇമ്മ ഡ്രസ്സ് ഇട്ട് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള സെക്ഷൻ ഇങ്ങനത്തെ ഈ കുഞ്ഞു കുഞ്ഞു ടോപ്പുള്ള ഇവിടെ നിന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇത്താത്തക്ക് വേണ്ടി ഒരു കുന്തം നോക്കി വെച്ചിക്കണ്. പക്ഷെ അത് എടുക്കില്ലെന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെ ഇതാ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു പിങ്ക് കണ്ടോ, ഒരു ഹാർട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഈ സാധനം എനിക്ക് കുറച്ച് ഇഷ്ടമായി. പിന്നെ ഒരു പർപ്പിളും എനിക്കിഷ്ടമായിരുന്നു. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, സോറി. പിന്നെ ഈ സ്റ്റിക്കർ ഇഷ്ടമായി, ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായില്ല. ഓക്കെ, ചെറിയ പോയി വന്നതിൻ്റെ ഒരു കൊരയിലൊക്കെയാണ് സംഭവം. ഇപ്പം ദുബായിൽ നിന്ന് ദുബായിക്ക് തിരിച്ചു പോയി. അപ്പോൾ ഈ വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് എടുക്കാൻ ഒരിത്തിരി കുറച്ച് ലോങ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് 2 പ്രാവശ്യം ഞാൻ ആക്കിയിട്ടും ഒന്ന് എഡിറ്റിങ് തെറ്റിപ്പോയി. അതാണ് പിന്നെ ഫുള്ള് ഞാൻ മായ്ച്ച് പിന്നെ ഒന്നും കൂടിയൊക്കെ ചെയ്തപ്പോൾ സമയം അത്യാവശ്യമായി. അപ്പോൾ പോണ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കാം. ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പം ഞാൻ അത് ഡ്രസ്സ് ഒക്കെ നോക്കി അത്യാവശ്യം ഓക്കെ, എനിക്ക് ഇതായിട്ടുള്ളതൊന്നുമില്ല. അങ്ങനെ ഇതാ എൻ്റെ ഉമ്മക്കും ഇത്തതുക്കുള്ള ഉമ്മ റെഡ് നോക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു പർപ്പിൾ, ഇത് എനിക്കിഷ്ടപ്പെട്ടു പർപ്പിൾ. പിന്നെ എനിക്കിപ്പോൾ കാണിക്കാൻ പോണ ഒരു 2 എണ്ണം ഏറ്റവും മുകളിലുള്ളത് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പർപ്പിൾ ഫ്ലവേഴ്സുള്ള 2 എണ്ണം അല്ലേ, അട്ടിക്ക് സെയിം അട്ടിക്ക് എടുക്കുന്നത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഉമ്മ ഇതാണ് എടുത്തത്. പക്ഷെ അത് കോട്ടൺ എടുക്കാനാണ് മെയിൻലി വന്നത്. നമ്മൾ ബില്ല് ചെയ്തു. ഞാനിങ്ങനെ ബില്ല് ചെയ്യുമ്പോൾ ബോറടിച്ചപ്പോൾ മറ്റേ ഇച്ച കളിക്കുന്ന ആ കളിയില്ലേ, ഏത് സിനിമയിൽ ദിലീപിൻ്റെ സിനിമയിൽ കളിച്ച മതി ഇങ്ങനെ കളിച്ചുകൊടുക്കണം. പിന്നെ നമ്മൾ നേരെ റഹ്മത്തിലേക്ക് പോയപ്പോൾ ഇപ്പൊക്കും ഉമ്മക്കും അശ്വതൊക്കെ ഒന്നൊരു ഫേസ് എക്സ്പ്രഷൻ ഇല്ല. ഞാൻ എന്താക്കാൻ, അപ്പം ഞാൻ അമ്മ കൊച്ചിൻ്റെ നാളും അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ ഫാഷൻ ഷോ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ചാടൊന്നും പറ്റണമെന്ന് വിചാരിക്കരുത്. ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ കുറച്ച് ക്യൂട്ട്നെസ്സും എസ്തെറ്റിക്കൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അതെ. അപ്പോൾ പ്ലേറ്റ് കിട്ടിയിട്ട് കാര്യമുണ്ടോ, എന്ത് ചെയ്തെന്നാൽ വേണ്ടേ. അപ്പം അതിന് വേണ്ടി ഉള്ളി അതെങ്ങനെ പച്ച കഴിക്കുന്നത്, എന്തിനിപ്പോൾ ഇതിങ്ങനെ ഉള്ളി വെക്കുന്നത് എനിക്കറിയാം കേട്ടോ. അപ്പം ഞാൻ ഇപ്പം ഫുൾ ബിസി ആയിരുന്നു. അങ്ങനെ ഞാൻ അപ്പനെ കൊണ്ട് കഷ്ടപ്പെട്ട് കാണിപ്പിച്ചു, മൈൻഡ് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഫുൾ ബിരിയാണി വാങ്ങി, ഇപ്പയും ഉമ്മയും അങ്ങനെ ബിരിയാണിയൊക്കെ വാങ്ങി. ഓക്കെ, അപ്പോൾ ഞാൻ ബീഫ് വാങ്ങി, ഇത്താത്ത ചിക്കൻ അതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല, സംതിങ്. അപ്പോൾ ഇതാ ഞാൻ അടിപൊളി തീറ്റായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് എങ്ങനെ ബിരിയാണി കിട്ടിയാലും ഈ റഹ്മത്തത്തെ ബിരിയാണി കിട്ടുമ്പോൾ വായിന്ന് പോണം. അങ്ങനെ ഫുൾ നമ്മൾ തിന്നു. നമ്മൾ പാർക്കിംഗ് ഏരിയ പോയി. അപ്പോൾ നമ്മുടെ കാർ ഇവിടെ അല്ലേനു, നമ്മളവിടെ കീ കൊടുത്തിട്ടാണല്ലോ പോവുക. അങ്ങനെ ഒരു വണ്ടി എടുത്ത് എവിടെയോ കൊണ്ടുപോയി വെച്ച്. എന്നുവെച്ചാൽ അവിടെ പാർക്കിങ്ങിൽ സ്ഥലമില്ലേനോ അല്ലേ, എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ വെച്ചിട്ട് പോകുന്ന സാധനം അവിടെ കൊണ്ടുപോയി വെക്കാം. വാട്ട് ഈസ് ദിസ് ഈസ് നോട്ട് ഫെയർ. പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്ങനെ ഞങ്ങൾ സ്ഥലം നോക്കി പോവാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അങ്ങനെ അവിടെ ഞാൻ ഓട്ടോ സംഘടിപ്പിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ കയറിപ്പോയി. ഇത്താത്തൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തീരെ എനിക്ക് ഉറക്കമൊന്നും വന്നില്ല. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെട്ടി ഉണർക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഗോയിങ് ടു ടൂർ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഫാമിലി ട്രിപ്പ് ഡേ ഫസ്റ്റ് ഡേ എന്തോ. അപ്പം എല്ലാവരും എല്ലാവരും ഫസ്റ്റ് ഡേ ഒക്കെ കാണുക. അപ്പോൾ സെക്കൻഡ് പാർട്ട് മീൻസ് സെക്കൻഡ് ഡേ ഇറങ്ങാൻ വേണ്ടിയിട്ട് വലിയ സമയമൊന്നും വേണ്ട.
ഇറ്റ് വിൽ കം. ഇതിൻ്റെ പിറകെ തന്നെ അതുണ്ടാകും. അപ്പോൾ എവ്രി വൺ പ്ലീസ് വാച്ച് ദാറ്റ്. ബൈ.